പരാമർശത്തിന്റെയും കാര്യമില്ല. ഇതൊരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു, പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുക. അത് എപ്പോഴും ഉള്ള കാര്യമല്ലേ, പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ MLA-മാരുടെ നമ്പർ എന്ന് പറയുന്നത് ആപേക്ഷികമാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവരടുത്ത് തീരുമാനമെടുക്കും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. കേരളത്തിൽ മാത്രം താമസിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ്? കേരളത്തിൽ മിന്നുന്ന വിജയമല്ലേ ഉണ്ടായത്? ജനങ്ങൾ ആവേശപൂർവ്വമാണ് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വോട്ട് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. ഒരിക്കലും നിങ്ങളെന്ത് വർത്താനം ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് VD സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായി ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ VD സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. അതാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിന്റെ മുമ്പിലാണ് അവർ ഉചിതമായ തീരുമാനം. പാരമ്പര്യവും ആ ഒരു എക്സ്പീരിയൻസും പല പദവികൾ വഹിച്ച ആളുമാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും താങ്കളും ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ താങ്കൾ ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട ആൾ തന്നെയല്ലേ? ബിൻരാജ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് യാതൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ? അപ്പോൾ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. അത് എല്ലാവരും അംഗീകരിക്കും. അതാണ് സ്വാഭാവികമായും പാർട്ടിയിൽ നടക്കുന്ന ഒരു നടപടിക്രമം.